നമ്മൾ എത്ര കാലമായി ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഈ ഒരു കിടിലൻ ഫീച്ചർ നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ഉപയോഗിച്ച് കാണില്ല. അത്രക്കും അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ ഫീച്ചർ ഗൂഗിൾ പേയുടെ അകത്തുണ്ട്. നമുക്ക് അതൊന്ന് പരിചയപ്പെട്ടാലോ? സാധാരണ നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ പേയ്മെന്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ആർക്കൊക്കെ പൈസ അയച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പൈസ ആരെങ്കിലും നമുക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനൊക്കെ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കാറുണ്ട്. ചില ആളുകൾ ഇലക്ട്രിസിറ്റി ബില്ല്, അതുപോലെ തന്നെ ഫോൺ റീചാർജ് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാറുമുണ്ട്. പക്ഷെ ഈ ഒരു ഫീച്ചർ, അതായത് നമ്മളിപ്പോ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഒരു 4-5 പേർ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു ടൂർ പോവുകയാണെങ്കിലൊക്കെ ഈ ഒരു ഫീച്ചർ വളരെ അധികം ഉപകാരപ്രദമായിരിക്കും. ഏതാണ് ആ ഫീച്ചർ, എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അതിനായിട്ട് ഗൂഗിൾ പേ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെയായിരിക്കും ഇന്റർഫേസ്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ബാങ്ക് ബാലൻസ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ, അല്ലെങ്കിൽ നമ്മളൊരു ടൂർ പോവുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകുക, അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ 4-5 പേര് ചേർന്നിട്ട് ഒന്ന് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒന്ന് ഫുഡ് കഴിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് ടൂർ പോവുകയാണ്. അപ്പോൾ ആ വ്യക്തികളെ നമുക്ക് അറിയാമല്ലോ. അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. അതിനുശേഷം വലതുവശത്തെ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സ്റ്റാർട്ട് ന്യൂ ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഏതൊക്കെ വ്യക്തികളെയാണ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് എത്ര പേരാണ് നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ പോകുന്നത് അല്ലെങ്കിൽ ടൂർ പോകുന്നത്, അവരെയൊക്കെ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു 3-4 വ്യക്തിയെ ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും വ്യക്തിയെ ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇവിടെ ഞാൻ 6 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആഡ് 6 പീപ്പിൾ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഞാനടക്കം 7 പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഗ്രൂപ്പിന് ഒരു പേര് നൽകുക. ഞാനിപ്പോൾ ഈ ഒരു ഗ്രൂപ്പിന് റെസ്റ്റോറൻറ്റ് എന്ന് തന്നെയാണ് പേര് നൽകുന്നത്. അതായത് നമ്മൾ 7 പേര് ചേർന്നിട്ട് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അതിനുശേഷം ക്രിയേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ എത്രയാണ് നമുക്ക് എമൗണ്ട് വരുന്നത്, അത് നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും സ്പ്ലിറ്റ് ആൻഡ് എക്സ്പെൻസ് എന്ന ഭാഗം. ഓക്കെ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ബില്ല് എത്രയാണ് വരുന്നത് അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 2500 രൂപ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ബില്ല് വന്നത് 2500 ആണെന്ന് വിചാരിക്കുക. ഇവിടെ നെക്സ്റ്റ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, നിങ്ങൾ ഓരോ പേർക്ക് എത്ര രൂപ വെച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഇതിൽ വേറെയും ഓപ്ഷൻ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് ഓരോ ആളും 357.14 രൂപയാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ 3-4 ഓപ്ഷൻ മുകളിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ 1, 2, 3 എന്ന് കാണിക്കുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതെന്തിനാണ് തിരഞ്ഞെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ കുറച്ച് കൂടുതൽ പൈസ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു. ഇപ്പം ഞാൻ തന്നെ ആയിക്കോട്ടെ, ഞാനിപ്പോൾ ഇതിൽ 400 രൂപ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു. ഇനി ബാക്കിയാണല്ലോ മറ്റുള്ളവർ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ 400 പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ 350 കൊടുക്കണ്ടു. അപ്പോൾ കൃത്യമായിട്ട് അത് നമുക്ക് മനസ്സിലാകും. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇനി അത് മാത്രമല്ല, മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട്. ദാ ഇവിടെ ഈ ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരാൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിവില്ല, അയാളുടേതും കൂടി നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഓക്കെ, അതും നമുക്ക് ഏറ്റെടുക്കാം. ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇയാൾ ഏറ്റെടുക്കുകയാണ്. അവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 എന്ന് വരും. അവിടെ 2 എന്ന് പറയുമ്പോൾ ഇപ്പോൾ അയാളുടെ പേരിൻ്റെ ഭാഗത്തുണ്ടോ 625 രൂപ അയാൾ പേയ്മെൻറ്റ് ചെയ്യണം. ബാക്കിയൊക്കെ 312 പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അയാൾ 625 പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് പേയ്മെൻറ്റ് കുറയും, 312 പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ശതമാനത്തിൻ്റെ കണക്ക് നമുക്ക് നോക്കണമെങ്കിൽ ഇവിടെ അതിൻ്റെ ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അതൊന്നും ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇത്രയും ഓപ്ഷനുകൾ നമുക്കിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടൂർ പോകുമ്പോൾ അതിന് എത്രയാണ് നമുക്ക് ചിലവ് വരുന്നത്, അതെങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നൊക്കെ വിശദമായിട്ട് ഗൂഗിൾ പേയുടെ അകത്തുണ്ട്. പല ആളുകൾക്കും ഇങ്ങനെയുള്ള ഓപ്ഷൻ അറിയില്ല. അതിനുശേഷം ഇവിടെ താഴെ സെൻഡ് റിക്വസ്റ്റ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾ സെലക്ട് ചെയ്ത ഈ വ്യക്തികൾക്കൊക്കെ ഒരു മെസ്സേജ് ഗൂഗിൾ പേയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു പേയ്മെൻറ്റ് അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കും. വളരെ അടിപൊളിയായിട്ടുള്ള നല്ല ഉപകാരമുള്ള ഒരു ഫീച്ചറാണ് ഗൂഗിൾ പേയിൽ ഈ ഒരു ഫീച്ചർ. പല ആളുകൾക്കും ഇത് അറിയില്ല, അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഇനി നിങ്ങളുടെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഇനി ഗ്രൂപ്പ് ആവശ്യമില്ല. ആ ഗ്രൂപ്പിന്റെ പേരിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്ത 6 പേരെയും ഇവിടെ കാണാൻ സാധിക്കും. ഓരോന്നും ഇതുപോലെ നിങ്ങൾ റിമൂവ് ചെയ്യുക. അതിനുശേഷം ഈ ഗ്രൂപ്പ് തന്നെ മൊത്തത്തിൽ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ലീവ് ഗ്രൂപ്പ് എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഗ്രൂപ്പ് നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, ഇപ്പോൾ ഗൂഗിൾ പേയിൽ നിന്നും ആ ഒരു ഗ്രൂപ്പ് ഒഴിവായിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്യുമ്പോൾ ഗൂഗിൾ പേ കൊണ്ട് ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.